കഞ്ഞിയല്ലേ പതിവ്. മുരിങ്ങയിലത്തോരനും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ലിസി പോയി കിടന്നോളൂ, ഞാനെടുത്ത് കഴിച്ചോളാം. കുറച്ച് ജോലി കൂടിയുണ്ട്. കഴിഞ്ഞിട്ട് മതി. എൻ്റെ അടുത്ത് എടുത്തു തരാൻ പറഞ്ഞിരിക്കുക അപ്പച്ചൻ. കുഞ്ഞോളെ, എന്തോ നിന്നോട് പറയാൻ എനിക്കൊരു വിഷയം പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് അകന്നുപോയി എന്ന് കുറ്റബോധം കൊണ്ടായിരിക്കും. ഒരുപാട് പറയാനുള്ളതുകൊണ്ട് എവിടെ തുടങ്ങണം എന്നറിയാതെ അങ്ങനെ അവനെ തരുള്ളൂ. എന്നതാ? തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു അപ്പാപ്പന്. മലയിക്കുന്നതിലെ ചോരയല്ലേ. എന്നാലും എന്റെ മകന്റെ നന്മയുടെ ഒരു കണി, ഒരു ചെറിയ കണിയെങ്കിലും അവശേഷിക്കുന്നുണ്ടായിരിക്കും. വാ മോളെ. കൊച്ചൂസപ്പിന്റെ ചെറുക്കനകത്തുണ്ടോ? എന്നതാ എന്നതാ നീ പറഞ്ഞത്? മാങ്ങാ തലയൻ കൊച്ചൂസപ്പിന്റെ മകൻ അകത്തുണ്ടോന്ന്. ഒന്നുകിൽ ഇത് നന്നാകാൻ വേണ്ടി അപ്പാപ്പന്റെ വക, അല്ലെങ്കിൽ മലയിക്കുന്തൽ തറവാട്ടുകാർക്ക് മാങ്ങാത്തലയൻ കൊച്ചൂസപ്പിന്റെ വക. ഒരു കാലത്തും നന്നാവത്തില്ല അല്ലയോ? ഇത് മലയിക്കുന്നിൽ തറവാടല്ല, മാങ്ങാത്തലയൻ കൊച്ചൂസപ്പിന്റെ സാമ്രാജ്യമാണ്. എന്റെ അത്ര ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ലാസ്റ്റ് വരവായത്. മോളെ ലിസി. എന്താ അപ്പച്ച? മോളിഞ്ഞോട്ട് വാ, ഒരാള് പരിചയപ്പെടാനുണ്ട്. മോളിഞ്ഞോട്ട് വന്നേ, ഇവിടെ ഇരിക്കേ. മോളെ, കൊച്ചൗസേപ്പിന് വാശിയ. ഒരു ദിവസത്തെ വൈരാഗ്യമല്ല, 10-37 വർഷത്തെ അപമാനത്തിന്റെയും അവഹേളനങ്ങളുടെയും വാശിയ. അന്നം തന്ന വകയിൽ ഒന്ന് തലകുനിക്കണമെന്നുണ്ടായിരുന്നു. ആ കണക്ക് വരെ ചില്ലിക്കാശടക്കം തീർന്നു. പിന്നെ മലയിക്കുന്ന് സക്കായി കൊച്ചൗസേപ്പിന് ആരാ? നീ എന്നതാ തലയും കുനിച്ചിരിക്കുന്നത്? അന്തസ്സോടെ ഇരിക്കേ. IAS ഭാര്യയുടെ അന്തസ്സോടെ.
എക്സ്ക്യൂസ് മീ. ഡോളി, എന്താ മോളെ കവളിലൊരു പാട്? എന്റെ അലമാരയുടെ കീ എവിടെ? ആരാ മോളെ നിന്നെ തല്ലിയത്? കീ തരാൻ പറ്റുമോ അതോ ഞാൻ കുത്തി തുറക്കണോ? എന്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അതില്. ആ, അതൊക്കെ പപ്പ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കോളേജിലെ ബെസ്റ്റ് ആക്ട്രസിനും ഡാൻസിനും ഒക്കെ. ഡോളി, ഈ മേലോൺ മാങ്ങാത്തലൻ അപ്പാപ്പന്റെ അഹങ്കാരത്തിന് എന്റെ മമ്മ മറുപടി പറഞ്ഞോളൂ. അവിടെ ഇരിക്കേ. ഇതാണ് രാജന്റെ അല്ല വത്സമ്മയുടെ മകള്. രാജ, എന്നാത്തിനാ ഇവളിപ്പോ ഇങ്ങോട്ട് വന്നത്? ഡോളി, നീ എന്തിനാ പപ്പ ഇങ്ങനെ വെറുക്കുന്നെന്ന് മനസ്സിലാകുന്നില്ല. എങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും എനിക്കറിയില്ല. എന്നാ പറഞ്ഞ മനസ്സിലാക്കാൻ? 10 ഗുണം 10 ഗുണം. തള്ള വളർത്തിയാൽ തൊള്ള വളരും. എന്റെ മമ്മയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഇനിയും തരും ഞാൻ നിനക്ക്. ഇതാരാ പുതിയ കക്ഷി? IAS കാരന്റെ പുതിയ പാർട്ടിയാണോ? ഡോളി, പുതിയതല്ല, പഴയത്, ഒരുപാട് പഴയത്. നിന്റെ അമ്മച്ചിക്ക് മനസ്സിലാവും. എന്ന് പറ. കൃഷിപ്പണിക്ക് വന്നിരുന്ന ദേവസ്വയുടെ മകൾ ലിസി ഇപ്പൊ ഇവിടെയാണ് താമസമെന്ന്. കല്യാണം കഴിച്ചിട്ടില്ലേ? ഉടനെ നിന്റെ തള്ള ഒപ്പിട്ട് തന്നാലും ഇല്ലേലും ഉടനെ വിവാഹം നടക്കും. മാങ്ങാത്തലയൻ കൊച്ചൗസേപ്പിന്റെ മകൻ ഇവളെ തന്നെ കല്യാണം കഴിക്കും. അപ്പ ഡോളി, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നടക്കില്ലപ്പാ. നടക്കുമെടാ, നടക്കും. ഞാൻ നടത്തും. കൊച്ചൗസേപ്പ് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ചെന്ന് പറ കൊച്ചേ മലയക്കുന്നി കൊമ്പനോട്. ഞാൻ നിങ്ങൾക്കിട്ട പേര് തെറ്റിയില്ല, പക്ഷെ ഇത് നടക്കുമെന്ന് വിചാരിക്കണ്ട. എന്റെ മമ്മയും അപ്പാപ്പനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് നടക്കുമെന്ന് വിചാരിക്കണ്ട. ഹ്യൂമനൈസർ. ഞാൻ ലിസി വീട്ടിൽ കൊണ്ടാക്കാം. എന്തിനാ വെറുതെ ഇവളുടെ ലൈഫ് കൂടി? ഒന്നല്ല, 37 വർഷം അപ്പൻ അയാളുടെ കാൽ ചുവട്ടിലിരുന്ന ഇരിപ്പ് കണ്ടിട്ടില്ലേ നീ? നിന്റെ ചങ്ക് തകർന്നിട്ടില്ലേ? ലിസി, വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി താമരപ്പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ രാത്രി തുടങ്ങിയതാ. ഇപ്പൊ പോയത് കണ്ടില്ലേ? ഇതിന്റെ തള്ള കാരണം ഒരു ദിവസം പോലും സമാധാനത്തോടെ കഴിഞ്ഞിട്ടില്ല ഇവൻ. ഇനിയെങ്കിലും സമാധാനം കിട്ടണം അവന്. നിനക്കും വേണം ഒരു ജീവിതം. മോനെ, മനസ്സിനിഷ്ടപ്പെട്ട ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ഏത് പുരുഷനാണ് ആഗ്രഹിക്കാത്തത്? ഒരു മനുഷ്യായുസ്സിൽ എന്നെങ്കിലും ഒരു ദിവസം മനസമാധാനം വേണ്ടേടാ. വേണ്ടേ മോളെ? അതുകൊണ്ട് ഈ വാക്ക് നീ ധിക്കരിച്ചാൽ അപ്പൻ ഇവിടെ നിറങ്ങും. വല്ല കടത്തിണ്ടയിലോ ഓടയിലോ കിടന്ന് ചാവും. അതിനൊരു മാറ്റവുമില്ല. ചെയ്യേണ്ടത്? അപ്പം പറഞ്ഞതെല്ലാം ശരിയാണ്. നീ ഞാനും ഒക്കെ ശരിയാണ്.
എന്നിട്ടും എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ ലിസി എനിക്ക്. അപ്പാ അപ്പാ എന്നതാടാ? അപ്പാ ലിസിയുടെ കാര്യം. ആ, ലിസിക്ക് എന്നതാ? അപ്പം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല. ഒന്ന് എഴുന്നേറ്റിരിക്കപ്പാ. അപ്പാ, ഡോളി എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമപ്പാ? ആ, എടാ, ആ തോന്നൽ അവൾക്കില്ലല്ലോ. അവള് മലയിക്കുന്നേലതാ, വിട്ടേരെ. എന്നാലും ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അപ്പൻ എല്ലാ കാര്യങ്ങളിലും പക്വതയോടെ ഇടപെടുന്ന ആളല്ലേ. ഇക്കാര്യത്തിൽ മാത്രം എന്താ? ലിസി എവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ലപ്പാ. എന്നാ നീ അവളെ വിവാഹം കഴിച്ചോളാന്ന് വാക്ക് തന്നിട്ട് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അവൾക്കും വാക്ക് കൊടുക്കണം. എന്താ? ആ, എന്നാ എനിക്കും ഒന്നും പറയാനില്ല. ആ. ലിസിയെ, ആ, ചായ ഇട്ടോടി. ലിസിയെ, ലിസി, ലിസിയേ, ഇവളിതെവിടെ പോയി? ലിസിയേ, ലിസി, മോളെ, ലിസി. എന്താപ്പാ? ലിസി എവിടെയാടോ? കാണുന്നില്ലല്ലോ. ഹലോ അപ്പച്ച, ലിസിയാ. ലിസിയോ, എവിടെയാ നീ? ലിസി മോളാ, എവിടുന്നാ വിളിക്കുന്നത്? ഇഞ്ഞിതാ. ഹലോ, ഞാനാ മോളെ. നീ എവിടുന്നാ വിളിക്കുന്നത്? പേടിക്കൊന്നും വേണ്ട അപ്പച്ച. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. പറഞ്ഞിട്ട് പോരാന്ന് വെച്ചാ അപ്പച്ച സമ്മതിക്കില്ലെന്നറിയാം എനിക്ക്. ഞാൻ വീട്ടിലേക്ക് പോവാ, പിന്നെ വിളിക്കാം. ഹലോ മോളെ. എന്താപ്പാ? തൊലച്ചില്ലേടാ എല്ലാം. 5-6 വയസ്സ് മുതൽ നിന്നെ ഇഷ്ടപ്പെട്ട് ഇത്രയും നാൾ നിന്നെയും കാത്തിരുന്ന പെണ്ണ. ഒരു ഇഷ്ടക്കേടും പറഞ്ഞിട്ടില്ല എന്റെ പച്ചപ്പി. അപ്പാ, ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. എന്റെതാ പരിഹാരം എന്ന് വെച്ചാ ചെയ്. ഇല്ലെങ്കിൽ ഈ അപ്പനെ നീ ഇനി നോക്കണ്ട. എടോ, ആ പെണ്ണ് അഭിരാമി തന്നെയാ.
ഈ പറമ്പിലോട്ട് അവൾ ഒരിക്കലും കയറരുത്. അറിയാലോ എനിക്ക്. ഉള്ളതാ. ആ, കൂട്ടി വെച്ചതെല്ലാം അടഞ്ഞു തന്നെ കിടക്കണം. കേട്ടല്ലോ? ഓ. തമ്പ. പച്ചമാങ്ങ പറിക്കുക. ഇതും കൂടെ ആയോ കർത്താവേ? എന്താ? താൻ പോയി ആ വണ്ടി എടുക്കാൻ പറ. ആശുപത്രിയിലേക്കൊന്ന് പോ. എന്തിന്? എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. തല കറങ്ങി വീണതാ കൊച്ചേ. ആശുപത്രി കൊണ്ടുപോയി കാണിക്കാം.